മാന്യപ്രേക്ഷകർക്ക് ആയിരത്തിലൊരുവനിലേക്ക് സ്വാഗതം. ഇന്ന് നാം പരിചയപ്പെടുത്തുന്നത് വിനോദേട്ടനെയും പ്രസന്ന ചേച്ചിയുമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കലാകുടുംബം, നാടക പ്രവർത്തകൻ, അതുപോലെ തന്നെ ചേച്ചിയാണെങ്കിൽ നന്നായി പാട്ട് പാടും, ഡാൻസ് കളിക്കും, ഡാൻസ് പഠിപ്പിക്കും. അവരോട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം. വിനോദ് എത്ര വർഷമായി നാടകത്തിൽ? ഞാനൊരു 23 വർഷമായി. 23 വർഷം. ചേച്ചിയും? 27 വർഷമല്ലേ? അപ്പോൾ ഇപ്പോഴത്തെ പറഞ്ഞാൽ നാടകം എന്ന് പറയുന്നത് വീണ്ടും പണ്ടൊക്കെ ഇടക്കാലത്ത് നാടകം ഒന്ന് നിന്നുപോയി എന്ന് പറഞ്ഞാൽ വളരെ അപൂർവം ആളുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇപ്പം ശരിക്കും പറഞ്ഞാൽ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തന്നെ, ബാലയൊന്നും എത്തിയില്ലെങ്കിലും പഴയ അവസ്ഥയിലേക്ക് തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞുതരാൻ പറ്റും? അല്ല, നാടകം ഇപ്പോൾ അത് അതിൻ്റെ പണ്ടത്തെ ഒരു നാടകത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് മാറിയിട്ടുണ്ട്. ഇപ്പോൾ അത് കളിക്കുന്ന സ്ഥലങ്ങളായാലും പിന്നെ നമ്മൾ അവതരിപ്പിക്കുന്ന രീതിയായാലും ഒക്കെ തന്നെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അതായത് മിമിക്രിക്കാരൊക്കെ നമ്മൾ കളിയാക്കുന്ന അച്ചാമക ആ സ്റ്റൈലൊക്കെ മാറി ഇപ്പോൾ. പിന്നെ ഇപ്പോൾ ഈ യുവാക്കൾ വലിയ കാര്യമായിട്ട് ഇപ്പോഴും നാടകം കാണാനായിട്ട് വരുന്നില്ല എന്നുള്ള, അവർക്ക് വേണ്ടത് ഗാനമേളയും ചാട്ടവും ഇതൊക്കെയാണ്. അല്ല, അതിൻ്റെയൊക്കെ തന്നെ ഒരു സാംസ്കാരികമായ പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതൊക്കെ സാംസ്കാരിക പ്രവർത്തകരും ക്ലബ്ബുകാരും ഒക്കെ തന്നെ കാണണം എന്നുള്ള ഒരു അഭിപ്രായം കൂടി നമുക്കുണ്ട്. അതായത് നാടകം വരുന്നത് കൊണ്ടും നാടകം സമൂഹത്തിൽ വരുമ്പം ഉണ്ടാകുന്ന മാറ്റങ്ങളും അതില്ലാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങളും ഇപ്പം ഇന്ന് സമൂഹത്തിലുണ്ട്. ഗാനമേള വേണ്ടാന്നോ അല്ലെങ്കിൽ മറ്റുള്ളത് വേണ്ടാന്നോ അല്ല ഞാൻ പറയുന്നത്. അതിൻ്റെ പിന്നിലുള്ള വികാരങ്ങൾ വേറെയാണ്. അതാണ് പ്രശ്നം. ചെറുപ്പക്കാരിപ്പോൾ ഗാനമേള കാണാൻ പോകുന്നതോ മറ്റേ നാടൻപാട്ട് കാണാൻ പോകുന്നതോ അവരത് ആസ്വദിക്കാൻ വേണ്ടി മാത്രമല്ല. അവിടെയാണ് അതിൻ്റെ പ്രശ്നം കിടക്കുന്നത്. അവരെന്തുകൊണ്ട് സ്വസ്ഥമായിട്ട് ഇരുന്നൊരു നാടകം കാണാനുള്ള ക്ഷമയില്ലാത്ത അവസ്ഥയിലേക്ക് അവർ മാറി എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. കാലഘട്ടത്തിൻ്റെ മാറ്റം, അതാണ് പ്രശ്നം. ഈ കാലഘട്ടത്തിൻ്റെ മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടി അതിന് ഭാഗവാക്കാണെന്നാണ് ഞാൻ പറയുന്നത്. അവർ മാത്രം ഞാൻ കുറ്റം പറയില്ല. അവരെ ഒരു രീതിയിലേക്ക് കൊണ്ടുവരേണ്ട ആൾക്കാർ നമ്മളാണ്. അത് നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അത് ഈ ക്ലബ്ബുകൾ, വായനശാലകളുടെ പ്രവർത്തനം കുറഞ്ഞവർ കൂടിയിട്ട് അത് ഭയങ്കര വ്യത്യാസം വന്നിട്ടുണ്ട്. അല്ല, ഇപ്പം ഈ ലൈബ്രറി കൗൺസിൽ ഇതൊക്കെ ഒരല്പം പുരോഗതി വരുന്നതും അത് ശരിക്കും പറഞ്ഞ ഈ നാടകരംഗത്തിന് തന്നെ ഒരു പുരോഗതി ഉണ്ടാക്കി വെക്കുന്നുണ്ട് ശരിക്കും. പിന്നെ ഇപ്പോൾ ഈ മേളകൾ, മത്സരങ്ങൾ അങ്ങനെ സംഘടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ നാടകമേളകൾ അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ടൈം, നാടകം കളിക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരു 7 മണിയാണ്. ആ സമയത്ത് നാടകം കളിക്കണം. പിന്നെ നാടകം കളിക്കാനുള്ള സാഹചര്യം, ഇപ്പോൾ ഒരു ഗാനമേള നടത്തുന്നിടത്ത് നാടകം നടത്താൻ പറ്റില്ല. ഞാനൊക്കെ ശക്തമായിട്ട് എതിർക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അമ്പലപ്പറമ്പിലോ പള്ളിപ്പറമ്പിലോ ഒക്കെ നാടകം കളിക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിലല്ല കളിക്കുന്നത്. ഇഷ്ടംപോലെ ലൈറ്റുകളുണ്ടായിരിക്കും, ശബ്ദങ്ങളുണ്ടായിരിക്കും. ഇതിൻ്റെയൊക്കെ ഇടയ്ക്കാണ് നമ്മൾ ഈ നാടകം കളിക്കുന്നത്. പക്ഷെ നാടകം അങ്ങനെ കളിക്കേണ്ട ഒരു സാധനമല്ല. വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് നാടകം. അപ്പോൾ ഈ മേളകളിലൊക്കെ തന്നെ അത് നാടകത്തിൻ്റെ വേദി മാത്രമാണ് അവിടെ. അപ്പോൾ അതിനെല്ലാ സാഹചര്യങ്ങളും അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നാടകം വിജയിക്കുന്നുണ്ട്. ഫാമിലി ആയിട്ട് നാടകം കാണാൻ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നില്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിനെ കുറിച്ച് വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ നാടകം ചോദിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഇപ്പം ഇവിടെ ഇപ്പം ഈ പിന്നെ തൃക്കരിപ്പൂര് നടക്കാവിലൊക്കെ എന്ന് പറഞ്ഞാൽ നാടകോത്സവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ രീതിയിൽ തന്നെയാണ് ആളുകൾ. മാണിയാട്ടുണ്ട് അവിടെ ഒരു ഉത്സവമാണ്. ശരിക്കും അതൊരു ആഘോഷമാണ്. നമ്മളൊരു ഉത്സവമൊക്കെ കാണുന്നത് തന്നെ. പക്ഷെ ഇപ്പം മാറ്റങ്ങൾ വന്നു. പക്ഷെ പഴയ നിങ്ങൾ പറഞ്ഞ കണക്ക് അച്ഛൻ അമ്മയല്ല, ഒരു മാറ്റം വന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത്, ഗാനമേളന്റെ സ്റ്റൈലല്ലല്ലോ ഇപ്പോഴത്തെ പിള്ളേർക്ക് വേണ്ടത് ചാടുക, പറയുന്നത്. പക്ഷെ നാടകത്തിന് അത് പറ്റില്ലല്ലോ. സൈലന്റ് ആയിട്ട് പോയി ഇരുന്ന് കണ്ട് അതിലെ ആസ്വദിക്കാനുള്ള ഒരു സമയം, അതിനുള്ളൊരു ക്ഷമയും സമയവും ഉണ്ടാവണം. പക്ഷെ മറ്റതല്ലല്ലോ, ഒരു 2 പ്രാവശ്യം ചാടി വേണമെങ്കിൽ പോവാ, പിന്നെ ഒരു എന്താ പറയാ, ആ ഒരർത്ഥത്തിൽ. അല്ല, അത് ഈ നാടകം നമ്മൾ അവതരിപ്പിക്കുമ്പോൾ എങ്ങനെ പോയാലും ഈ സമൂഹത്തിന് എന്തെങ്കിലും ഒരു സന്ദേശം കൊടുക്കണം അതിൽ കൂടെ. അതാണ് നാടകം കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ അത് നാടകത്തിലുണ്ടാവും. അപ്പൊ ഈ നാടകത്തിൽ പിന്നെ പറയുന്നത് കോമഡി ഇല്ല എന്നാണ്. നാടകം ഒരിക്കലും കോമഡിക്ക് വേണ്ടിയുള്ള സാധനമല്ല. അത് പറഞ്ഞു വരുമ്പോൾ അതിന്റെ സാഹചര്യത്തിൽ ചിലപ്പോൾ കോമഡി ഉണ്ടാവും, സിറ്റുവേഷനിൽ. അല്ലാതെ കോമഡി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല നാടകം. ഇല്ല. നാടകം എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആണ്. അതിൽ ഈ നമ്മുടെ മറ്റേ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യൽ തന്നെയാണ്. അതെ, അതാണ് നാടകത്തിന്റെ ഉദ്ദേശം. നാടകം എന്ന് പറഞ്ഞാൽ നാടിന്റെ അകമാണ്. അപ്പൊ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പറയണം. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ സാമ്പത്തികവും നാടകത്തിന് കൂടുതൽ വേണം. പഴയ പോലുള്ള അഭ്യാസം അല്ല. ഇപ്പൊ ഒരു നാടകം ഇറക്കണമെങ്കിൽ ചുരുങ്ങിയത് 10 ലക്ഷം രൂപ വേണം.
അത് നമ്മൾ ഈ കളിച്ചുണ്ടാക്കണം. പക്ഷെ അതിൽ ഈ ഗവൺമെൻറ്റുകളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ വേദികൾ കൊടുക്കുന്നില്ല. ഇത് മുഴുവൻ 99% നാടകങ്ങൾ കളിക്കുന്നത് പൂരപ്പറമ്പിൽ നിന്നും പള്ളിപ്പറമ്പിൽ നിന്നാണ്. അപ്പോൾ അവിടെ നാടകം കളിക്കുമ്പോൾ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട് നമുക്ക്. പള്ളിയിൽ നാടകം കളിക്കുകയാണെങ്കിൽ അവർ സ്വാഭാവികമായിട്ട് ചോദിക്കുക അതിൽ ആത്മഹത്യ ഉണ്ടോ, കൊലപാതകമുണ്ടോ, രാഷ്ട്രീയമുണ്ടോ, ഇതൊക്കെ ചോദിക്കും. അപ്പോൾ അതാണ് നാടകത്തിൻ്റെ ഇപ്പോൾ പരിമിതിയും. അപ്പം നല്ലൊരു നാടകം എഴുതാനായിട്ട് ഈ എഴുതുന്ന ആൾക്ക് കഴിയാത്തൊരവസ്ഥയുണ്ട്. എന്താ വെച്ചാൽ ഈ കാശ് മുടക്കുന്ന ആൾ ഇതൊക്കെ ഈ റെസ്ട്രിക്ഷനൊക്കെ പറയും ഈ സ്ക്രിപ്റ്റ് റൈറ്ററോട്. കൊലപാതകം പാടില്ല, ആത്മഹത്യ പാടില്ല, പിന്നെ രാഷ്ട്രീയം പാടില്ല, ഇതൊന്നുമില്ലാതെ നാടകം എഴുതാൻ പറ്റുമോ? സാംസ്കാരിക സംഘടനകളും ഗവൺമെൻറ്റും ഒക്കെ തന്നെ മുൻകൈ എടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതായത് നാടകങ്ങൾ അവതരിപ്പിക്കാനുള്ള വേദികൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോഴേ നല്ല നാടകങ്ങൾ ഇറങ്ങുള്ളൂ ശരിക്കും. അതിനുള്ള ചെലവ് ഭീമമാണല്ലോ, ചെറുതല്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ ഈ വേദികൾ നോക്കിയിട്ടാണ് നാടകങ്ങൾ ഇറങ്ങുക. ഇപ്പം അവസാനം നിങ്ങൾ അഭിനയിച്ച ഇപ്പോഴത്തെ നാടകത്തിന്റെ പേരെന്താ? ഇപ്പൊ ഞാൻ കളിക്കുന്നത് മുച്ചിട്ട് കളിക്കാരന്റെ മകൾ എന്ന് പറഞ്ഞിട്ട്, അത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആ ഒരു കഥയെ മൂലകഥയെ ആസ്പദമാക്കിയിട്ട് ഇപ്പോഴത്തെ ചില സംഭവങ്ങളും കൂടി കോർത്തിണക്കിക്കൊണ്ടാണ് അത് എഴുതിയിട്ടുള്ളത്. ചേച്ചി ഇപ്പം അഭിനയിക്കുന്നുണ്ടോ? ഫസ്റ്റ്. അപ്പം ഇതില്ലെങ്കിലും ഡാൻസ് പഠിപ്പിക്കലും തിരുവാതിര പഠിപ്പിക്കലും ഒക്കെ ഉണ്ടല്ലോ. കഴിഞ്ഞ ദിവസം അമ്പലത്തിലൊരു തിരുവാതിര ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഗംഭീരമായിരുന്നു. ഗംഭീരം തന്നെ അതിഗംഭീരം. അത് മറ്റല്ല അതിൻ്റെ അല്ല, അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അറേഞ്ച്മെന്റ്സ് നമ്മളത് ശരിക്കും ഞാൻ ഞങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ അറേഞ്ച്മെന്റ്സും സിസ്റ്റങ്ങളൊക്കെ കറക്റ്റായിരുന്നു. അത്ര കൂടി ഒന്നും പോയതൊന്നുമല്ല. ചിട്ടകൾ ഒരു മത്സരവേദികളിലേക്കും ഇത് മത്സരം ഇതിലേക്ക് ചിട്ടപ്പെടുത്താൻ കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കി വെച്ചത് പലതരം കുട്ടികളാണ്. ഒരു സെയിം ഏജ് ഒക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ അത് കുറച്ച് അത്രയുള്ളൂ. ഞാൻ കണ്ടിരുന്നു. തലേദിവസം പോലും വന്നിട്ടുമില്ല. അല്ല ആ ഒരു വിഷയം കൂടി ഉണ്ട് നിലവില്. കാരണം ഏതൊരു കാര്യം നമ്മൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും അതിനോടുള്ള ഒരു പ്രതിബദ്ധത ഇന്നത്തെ ഇപ്പൊ നിങ്ങൾ നാടകം പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ആ സമയത്ത് എന്ത് വില കൊടുത്തും നിങ്ങൾ ആ അവിടെ എത്തും. ഇന്നതില്ല ഇന്ന് കഴിയാ നാളെ പോവാം. ഞാൻ തിരുവാതിരയ്ക്ക് ക്ലാസ്സിന് വിളിക്കുമ്പോൾ പിള്ളേര് പറയുന്നത് കഴിഞ്ഞ വർഷം കളിച്ചു പറഞ്ഞാൽ ഇങ്ങനെയൊന്നും വരേണ്ട ആവശ്യമില്ല എന്നുള്ള രീതി. അവർക്ക് അതിന്റെ ചിട്ട ആ ഒരു രീതിയിലേക്ക് സമൂഹം മാറി. അതിന്റെ ചിട്ട എന്താണെന്ന് അവർക്ക് അറിയത്തില്ല. അതിന്റെ രീതിയിലല്ലല്ലോ അവര് വരുന്നത്. അതിന് വേറെ വിഷയമുണ്ട്. പണ്ടൊക്കെയാണ് ഒരു അടി കൊടുക്കാല്ലോ ചീത്ത വിളിക്കുക. ഇപ്പൊ അതും പറ്റത്തില്ല. ഇപ്പൊ പറഞ്ഞു ഞാൻ നാളെ പോലെ പോകുന്നില്ല. അല്ല കുട്ടികളെക്കാട്ടി പക്ഷെ ഞാൻ പറയാം അതിനൊരു പാഠശാലയിലെ കുട്ടികളൊക്കെ വലിയ കുഴപ്പമില്ല കേട്ടോ. നമ്മള് വഴക്കൊന്നും പറഞ്ഞാലൊന്നും അല്ല. അങ്ങനെ ഒരു സാധാരണ ഏരിയയിലൊന്നും അങ്ങനെ കുഴപ്പം വരുന്നില്ല, കുഴപ്പക്കാരില്ല. പിന്നെ രക്ഷിതാക്കളുമായിട്ട് നമ്മള് നല്ല രീതിയിൽ രക്ഷിതാക്കളുമായിട്ട് ഒരു ടൈമിൽ എത്തിക്കഴിഞ്ഞാൽ കുഴപ്പങ്ങളൊന്നുമില്ല. നല്ല കുട്ടികളായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. സാമ്പത്തിക പ്രശ്നമൊക്കെ ഉള്ള കുട്ടികളാണല്ലോ. സാമ്പത്തികം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പൈസ തരാണ്ട് എനിക്ക് പണ്ടത്തെ രീതിയില് കാരണം കഴിഞ്ഞാല് ചെറിയ പൈസ കൊണ്ട് തീരും. ഇന്നിപ്പോ ഇതിന്റെ കോസ്റ്റ്യൂംസിന്റെയും മറ്റേ എല്ലാം ചെലവ് ഭയങ്കരമാണ്. എല്ലാത്തിനും അല്ല. ഇപ്പം കലാഫീൽഡിൽ ഭയങ്കര ചെലവാ. കലയ്ക്ക് ഡാൻസ് മുതല് പിന്നെ ഭരതനാട്യം മുതൽ പഠിക്കുന്ന ചെലവെന്ന് വെച്ചാൽ ഭയങ്കര ചെലവാണ്. നമ്മളിപ്പോ ശരിക്ക് സാധാരണക്കാരന് പഠിക്കാൻ പറ്റുന്ന ഒരു ഫീൽഡ് അല്ല, അല്ലാതായി ശരിക്കും. ഒരു പുതിയ ഐറ്റത്തിൽ നമ്മളൊരു ടീച്ചർ അടുത്ത് പോയിട്ട് ഇവിടെ ഒരു മത്സരത്തിന് ഒരു കുട്ടിക്ക് വേണം, നമുക്കൊരു കുട്ടിയെ പഠിപ്പിക്കണമെന്ന് വിചാരിച്ചാൽ നമ്മളൊരു ടീച്ചർ അടുത്ത് ഒരു പുതിയ ഐറ്റം പഠിക്കാൻ പോവുകയാണെങ്കിൽ അത് കമ്പോസ് ചെയ്ത് ഇറക്കുമ്പോൾ 1 ലക്ഷം രൂപ അവർക്ക് ചെലവാണ്. അപ്പൊ നമ്മള് ഒരു 5 പേരോ 6 പേരോ ഒന്നിച്ച് പോയി ആ ടീച്ചർ അടുത്ത് പഠിക്കുമ്പോൾ പോലും നമുക്ക് 10-20,000 രൂപ അങ്ങനെ വരുന്നത്. അത് നമ്മൾ ഇത് ക്ലാസ് ആയി രൂപത്തിൽ വരുമ്പോ എത്ര ക്ലാസ് വരും? ഒരു ഭരതനാട്യം കയ്യിൽ, പിന്നെ കോസ്റ്റ്യൂം, പിന്നെ ഭരതനാട്യ മത്സരങ്ങളും, പിന്നെ മത്സരത്തിന് പോകേണ്ട പിന്നെ കഥ പറയാതിരിക്കുന്ന പിന്നെ മത്സരം അരങ്ങേറ്റമൊക്കെ വരുമ്പോ കുട്ടികൾക്ക് ചെലവ് കൂടുതലാകും. ചെലവുണ്ടാവും, നല്ല ചെലവുണ്ടാവും. അവർ പറഞ്ഞ കാര്യം അവർക്ക് നല്ല ക്ലാസ്. അപ്പം രണ്ടുപേരും ഇതേ രീതിയിൽ തന്നെ ദീർഘായുസോടുകൂടി ഈ കലാരംഗത്ത് മുമ്പോട്ട് പോട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്